സഹനങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് ദൈവം തൻ്റെ കൃപ പകരും. ഹായ്, ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ എൻ്റെ ഗ്രേഡ് 3 HER2 പോസിറ്റീവ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ബയോപ്സി റിപ്പോർട്ട്. പക്ഷെ അത് പലരും തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു, ഞാൻ സ്റ്റേജ് 3 ആണെന്ന്. ഈ ഗ്രേഡും സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് 3 മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഏത് ടൈപ്പാണെന്നുള്ളത് നോക്കുന്നത്. ഒന്ന് ER, അതായത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ സഹായത്തോടു കൂടി ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ടോ എന്ന് നോക്കുന്നത്. PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ, ആ ഹോർമോണിൻ്റെ സഹായത്തോട് ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ടോ എന്നുള്ളത്. HER2 എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീനാണ്. നമ്മുടെ ക്യാൻസർ കോശങ്ങളിൽ ഈ HER2 എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൂടുതലായിട്ടുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ ഇതിൽ ER നെഗറ്റീവാണ്, PR നെഗറ്റീവാണ്, HER2 പോസിറ്റീവാണ്. അപ്പോൾ പലതരത്തിലുണ്ട്. ചിലർക്ക് ERഉം PRഉം പോസിറ്റീവും HER2 നെഗറ്റീവും ആയിരിക്കും. ചിലർക്ക് ERഉം PRഉം നെഗറ്റീവും HER2 പോസിറ്റീവ് ആയിരിക്കും. ചിലർക്ക് ഇത് 3ഉം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ അങ്ങനെയാക്കിയാണ് വരുന്നത്. അപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ അതിൽ ഇനി ഗ്രേഡിനെ കുറിച്ച് പറയാം. ഒന്ന്, ഗ്രേഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മിതമായ നിരക്കിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നു. ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഇടത്തരം രീതിയിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നു. ഗ്രേഡ് 3 എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ആക്രമണ സ്വഭാവത്തോടു കൂടി വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതും സ്റ്റേജും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് വെച്ചിട്ടല്ല നമ്മുടെ സ്റ്റേജ് നോക്കുന്നത്. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏത് സ്റ്റേജിൽ നിന്നാണുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്രസ്റ്റിലെ ആ മുഴ ടെസ്റ്റ് ചെയ്തു, അതിനാണ് ബയോപ്സി പോസിറ്റീവായെന്ന് കണ്ടത്. പക്ഷെ നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടെങ്കിൽ അവരത് മാത്രമല്ല, നമ്മുടെ കക്ഷത്തിൻ്റെ കഴകളിലേക്കൊക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്ക് അത് ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം ഗ്രേഡും സ്റ്റേജും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഗ്രേഡാണ് ഞാൻ 3 എന്ന് പറയുന്നത്, സ്റ്റേജ് 3 എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 2A ആണ്. ഇതിൽ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ്, സ്റ്റാർട്ടിങ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സ്റ്റേജ് 2A എന്ന കാറ്റഗറിയിൽ ഞാൻ വന്നതെന്ന് അടുത്ത വീഡിയോയിൽ, പിന്നീടുള്ള വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞു നിർത്തിയത് MCCയിലേക്ക് പോകുന്ന കാര്യമായിരുന്നു. MCCയിലേക്ക് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഒത്തുകൂടി പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും കൂടിയാണ് MCCയിലേക്ക് പോകുന്നത്. ഞങ്ങൾ രാവിലെ 4 മണിക്കൊക്കെ ആയപ്പോഴത്തേനും പുറപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ MCC ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്, അതായത് മലബാർ ക്യാൻസർ സെൻറ്റർ. അവിടെ MCCൻ്റെ മുറ്റത്തെത്തിയപ്പോൾ എല്ലാവരും ഒരു ചത്ത മനസ്സോടു കൂടി തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നെ തലേദിവസം വൈകുന്നേരം എല്ലാവരും കാണാൻ വന്നപ്പം ഞാൻ എല്ലാവരോടും കൂളായിട്ട് പറഞ്ഞു, വരാനുള്ളത് വന്നു, നമ്മളിനിപ്പോൾ അതിൻ്റെ ഫർദർ കാര്യങ്ങൾ നോക്കുക എന്നല്ലാണ്ട് ഞാൻ വളരെ ധൈര്യശാലിയായിട്ടൊക്കെയാണ് അവരുടെ മുൻപിൽ വളരെ അഭിനയിച്ച് പിടിച്ചിരുന്നത്. പക്ഷേ ഞാൻ കരയുന്നത് മൊത്തം അല്ലാത്ത സമയത്താണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ MCCൻ്റെ ആ മുറ്റത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ആ ബോർഡിലോട്ടൊന്ന് നോക്കി. എന്താണ് എഴുതിയിരിക്കുന്നത്? മലബാർ ക്യാൻസർ സെൻറ്റർ. മനസ്സിൽ നമ്മൾ വിചാരിക്കുമല്ലോ നമ്മളിവിടെ എത്തി. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ എല്ലാം യാന്ത്രികമായിരുന്നു. അതിനുള്ളിലോട്ട് കയറിയതും ഡോക്ടറെ കാണാനുള്ള ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. MCCയിൽ സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് OP ഉള്ളത്. അന്ന് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ശനിയാഴ്ച ആയതുകൊണ്ട് അന്ന് അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് അവിടെ അത്രയും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തു. ഡോക്ടറെ കയറി കണ്ടു. ഒരു ഡോക്ടർ അഞ്ജന എന്ന് പറഞ്ഞ ഒരു മാഡമായിരുന്നു എന്നെ നോക്കിയത്. മാം എല്ലാം നോക്കി എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. പക്ഷേ മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയ റിസൾട്ട് അവരവിടെ സ്വീകരിക്കില്ല. അപ്പോൾ അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടു. പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ, അതായത് ഹെൽത്ത് വേവിൽ പരിശോധിച്ച എൻ്റെ സ്ലൈഡും ബ്ലോക്കും അത് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടു ചെന്ന് അതൊന്നും കൂടെ അവർക്ക് എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും നടത്തി. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു. കാരണം എൻ്റെ ഈ ബ്ലോക്കും ഈ സ്ലൈഡും അത് ഹെൽത്ത് വേവിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ശനിയാഴ്ച പോന്നു. പിന്നീട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ചൊവ്വാഴ്ചയാണ്. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.